ഞാൻ ഏറ്റവും ഭയപ്പാടോട് കൂടിയിട്ട് ഒരു രോഗചികിത്സക്ക് ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ വരുന്നത്. പക്ഷെ 10 ദിവസം കഴിഞ്ഞിട്ട് ഏറ്റവും സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പിരിഞ്ഞു പോണത്. കാരണം ഞാൻ ഇപ്പോൾ ഉള്ളത് ഞാൻ ഏറെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, നമുക്കെല്ലാവർക്കും അറിയുന്ന ഡോക്ടർ കുഞ്ഞാലി എന്ന് പറയുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഒരാളായിരിക്കുകയാണ് ഇപ്പോൾ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇവിടെ കാണുമ്പോൾ എല്ലാ രോഗികളുടെ മുഖത്തും സാധാരണ ഏത് ആശുപത്രിയിലും ഒരു സങ്കടക്കടലായിരിക്കും. പക്ഷെ സാറിനെ കാണാൻ വരുന്നവരുടെ മുഖത്തൊക്കെ ഭയങ്കര പേടിയാണ്. പക്ഷെ കഴിഞ്ഞു പോകുമ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും സന്തോഷത്തോട് കൂടിയിട്ടാണ് നമ്മളെ ഇവിടുന്ന് പറഞ്ഞയക്കണത്. കാരണം നമ്മളെ ഈ ഒരു രോഗം വരുമ്പോൾ എല്ലാവരും വല്ലാതെ പേടിപ്പിച്ചിരുന്നു. കാരണം ആ ഒരു പേടി എല്ലാവരുടെ മുഖത്തും ഞാൻ കാണിയത്. പക്ഷെ ഇപ്പം ഞാൻ 10 ദിവസം നിൽക്കുമ്പോൾ ഒരുപാട് ആളുകളെ കണ്ടു. ഈ രോഗമുള്ള ബൈപ്പാസ് കഴിഞ്ഞവർ വന്നു, ആൻറ്റിയോപ്ലാസ് കഴിഞ്ഞവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇത് കഴിഞ്ഞു പോകുന്ന ആ ഒരു സന്തോഷം, ഞങ്ങളൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്ര സന്തോഷത്തിൽ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ ഒരു അവസരം തന്നത്, നമ്മുടെ ശരീരത്തിൽ ഒരു കത്തി വെക്കാതെ ഈ രോഗം നമുക്ക് തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ മാറ്റം വന്നതുപോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. ഇനി ചെക്ക് ചെയ്തിട്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ പറയാം. എന്നാണെങ്കിലും സാറിൻ്റെ ഒരു ചുരുക്ക വിവരണം ഇതിനെക്കുറിച്ച് ഒന്ന് നമ്മുടെ ആളുകൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. ഞാൻ പ്രാക്ടീസ് ആരംഭിച്ചിട്ട് 52 കൊല്ലം കഴിഞ്ഞു ഹൃദ്രോഗികളെ ചികിത്സിക്കാൻ തുടങ്ങിയിട്ട്. ആദ്യ കാലഘട്ടത്തിൽ ഞാൻ എല്ലാ രോഗികളെയും ടെസ്റ്റുകൾ കഴിഞ്ഞതിന് ശേഷം ബൈപ്പാസിനും ആൻജിയോപ്ലാസ്റ്റിക്കും ഒക്കെ അയക്കുമായിരുന്നു. പക്ഷെ ഒരു 10-20 കൊല്ലം കഴിഞ്ഞിട്ട് എൻ്റെ റിസൾട്ട്സ് നോക്കിയപ്പോൾ ഞാനിപ്പോൾ ഒരു കൊല്ലത്തിൽ ഒരു 1000-ഓളം രോഗികളടുത്ത് പറയും നിങ്ങൾക്ക് ബൈപ്പാസ് ഇല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന്. പകുതി പേര് അപ്പം തന്നെ പോവും. പകുതി പേര് പറയും സാർ എൻ്റെ അടുത്ത് പണമില്ല, ഇല്ലെങ്കിൽ എനിക്ക് ഭയമാണ്, എനിക്ക് ഓപ്പറേഷൻ വേണ്ട, സാർ എന്തെങ്കിലും എഴുതി തന്നാൽ മതി, ഞാൻ അതുപോലെ ഇരുന്നോളാം, അതുപോലെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ 10-20 കൊല്ലം കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഞാൻ ഓപ്പറേഷൻ അയച്ചതിൽ ഭൂരിപക്ഷ ആളുകളും മരണപ്പെട്ടിട്ടുണ്ട്. ഈ എന്തെങ്കിലും കഴിച്ചാൽ ഞാൻ സാർ എഴുതി തന്നാൽ മതി, ഞാൻ കഴിച്ചിട്ട് നോക്കിക്കോളാം എന്ന് പറഞ്ഞതിൽ ഭൂരിപക്ഷ ആളുകളും ജീവിച്ചിരിപ്പുണ്ട്. അന്നാണ് ഞാൻ എൻ്റെ കോഴ്സ് ഒന്ന് മാറ്റിയത്. അന്ന് മുതൽ ഞാൻ ആരെയും ഓപ്പറേഷൻ അയക്കാറില്ല. അയക്കും, നമ്മളെ എല്ലാ ചികിത്സകളും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രം ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്യും. ആൻജിയോപ്ലാസ്റ്റി സജസ്റ്റ് ചെയ്യാറുണ്ട്, ബൈപ്പാസ് സജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ബാക്കിയുള്ള ചികിത്സാ രീതികൾ പരാജയപ്പെട്ടാൽ മാത്രം അല്ലെങ്കിൽ. അപ്പം ആദ്യ കാലഘട്ടത്തിൽ 100% ആളുകൾക്ക് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 2-3% ആളുകൾക്ക് മാത്രമേ പറയേണ്ട ആവശ്യം വരുന്നുള്ളൂ.